അന്ന് ബാലതാരങ്ങൾ, ഇന്ന് സൂപ്പർ ഹീറോകൾ. നായകനാകാൻ നാടുവിട്ട് കോടാമ്പക്കത്ത് മദ്രാസിന്റെ തെരുവോരങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നവർ എത്രയേറെയെന്ന് ഒരു കണക്കുമില്ല. പലരും പല വഴിക്കായെങ്കിലും ചിലർ ആ സ്വപ്നലോകത്തിലെ അധികാരികളായി, വലുതും ചെറുതുമായ നടന്മാരായി, കുട്ടികളായി സിനിമയിലെത്തി, മുതിർന്നവരായി സൂപ്പർ സ്റ്റാർ ആയവർ വരെ മലയാള സിനിമയുടെ അഹങ്കാരത്തിന് മാറ്റുകൂട്ടാനായുണ്ട്. 1965 ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ സുരേഷ് ഗോപി ഇന്നിതാ ദേശീയ അവാർഡ് ജേതാവും സൂപ്പർ സ്റ്റാറുമായി മലയാള സിനിമയിൽ വാഴുന്നു. ഒരു വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയുടെ ചെറുപ്രായം അവതരിപ്പിച്ചുകൊണ്ടെത്തിയ ജോമോൾ ഒത്തിരി പടങ്ങളിലൂടെ വളർന്ന് ഒന്നാം നിര നായകന്മാരുടെ നായികയായി. ഒരു വടക്കൻ വീരഗാഥയിൽ തന്നെ ബാലതാരങ്ങളായെത്തിയ ബിയോണും വിനീത് കുമാറും മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങളായി സ്ഥാനമുറപ്പിച്ചു നിൽക്കുന്നു. യോദ്ധയിലൂടെ അക്കസോട്ട വെളിയുമായി വന്ന ഉണ്ണിക്കുട്ടനെന്ന മൊട്ട സിദ്ധാർത്ഥ് ലാമ ഇടവപ്പാതിയിലൂടെ നായകനായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലെ ബാലതാരം കാവ്യ മാധവൻ ഏറ്റവും മികച്ച നമ്പർ 1 നടിയായി ആരാധകരെ കോരിത്തരിപ്പിച്ചിരിക്കുന്നു. അനന്തരം എന്ന ചിത്രത്തിൽ അശോകന്റെ കുട്ടിക്കാലത്തിലെത്തിയ സുധീഷ് ഇന്ന് ഒട്ടുമിക്ക ഹിറ്റ് സിനിമകളുടെയും ഭാഗമാണ്. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലെ വികൃതി പയ്യൻ ബൈജു വളർന്ന് മുഖത്തിന് ഒരു ഭാവമാറ്റവുമില്ലാതെ സിനിമയുടെ നെടും തൂണായി നിൽക്കുന്നു. ജയറാമിന്റെ മകൻ കാളിദാസൻ എന്റെ വീട് അപ്പൂന്റെയും എന്ന ചിത്രത്തിലൂടെ എത്തി ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും കീശയിലിട്ടു പോയതാ. ഇപ്പോഴിതാ പരസ്യചിത്രങ്ങൾക്ക് പുറമെ തമിഴിൽ മീൻകുളമ്പും മൺപാനയും ഒരു പക്ക കഥയും എന്നീ 2 ചിത്രങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് നായകനായി വരാനിരിക്കുന്നു. മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് 2 മക്കളുണ്ടായിരുന്നു, ബേബി ശാലിനി, ബേബി ശ്യാമിലി. 1980കളിലെ എല്ലാ ഹിറ്റ് സിനിമകളിലും മകളായി ബേബി ശാലിനി അഭിനയിച്ചിട്ടുണ്ട്. മാളുട്ടി, ഗീതാഞ്ജലി എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ ബേബി ശ്യാമിലിയും ആരാധകർക്ക് കൂട്ടായി. കുട്ടിത്തം മാറി ശാലിനിയായി അനിയത്തിപ്രാവിലൂടെ ഭീകര തിരിച്ചുവരവ് നടത്തിയ ചേച്ചിക്കു പിറകെ അനിയത്തി ശ്യാമിലി ഹരികൃഷ്ണൻസിലൂടെയും തിരിച്ചെത്തി. ഇപ്പോഴിതാ വള്ളീം തെറ്റി പുള്ളീം തെറ്റി എന്ന ചിത്രത്തിലൂടെ മുൻനിര നായികയായിരിക്കുന്നു. ബാബുമോനിലെ മാസ്റ്റർ രഘു വളർന്ന് തമിഴിൽ സൂപ്പർ ഹീറോയായി നടിക്കുന്നു. ലാലേട്ടന്റെ മകൻ പ്രണവ് ഒന്നാമനിലൂടെ വന്ന് സാഗർ ഏലിയാസ് ജാക്കിയിൽ മുഖം കാണിച്ചു മടങ്ങി. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയിലെ കാവേരി വലിയ നായികയായി മലയാളത്തിലും തമിഴിലും തിളങ്ങി നിൽക്കുന്നു. മൈഡിയർ മുത്തച്ഛനിലെ തരുൺകുമാർ എന്ന തന്റേടി കുട്ടി വളർന്ന് തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടനായി മുന്നേറുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ബാദുഷ വളർന്ന് മുംബൈ ടാക്സിയിലെ നായകനായി. സനുഷ കല്ലുകൊണ്ടൊരു പെണ്ണിലൂടെ വന്ന് മിസ്റ്റർ മരുമകനിലെ ദിലീപിന്റെ നായികയായി. പളുങ്ക് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നസ്രിയ സൂപ്പർ നായികയായി ആരാധകരെ ഞെട്ടിച്ചു. മൈഡിയർ കുട്ടിച്ചാത്തനിലെയും നൊമ്പരത്തിപ്പൂവിലെയും സോണിയ വളർന്ന് തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ ലാലിന്റെ 2ാം നായികയായി വരെ തിളങ്ങി. 1 മുതൽ 0 വരെ എന്ന ചിത്രം നമുക്ക് സമ്മാനിച്ച മിടുക്കിയായിരുന്നു ഗീതു മോഹൻദാസ്. ഒത്തിരി പടത്തിലെ സൂപ്പർ ഹീറോയിനായ നടി സംവിധാന രംഗത്തും ഉറച്ചു നിൽക്കുന്നു. അഞ്ജു പ്രഭാകരൻ ഓളങ്ങൾ, കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രങ്ങളിൽ കുട്ടിയായെത്തിയപ്പോൾ കൗരവർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഭാര്യയായി തിളങ്ങി. കളിയൂഞ്ഞാൽ, പ്രിയം എന്നീ ചിത്രങ്ങളിലെ കുസൃതിക്കുടുക്ക മഞ്ജിമ മോഹൻ വളർന്ന് ഒരു വടക്കൻ സെൽഫിയിലെ നിവിന്റെ നായികയായി. സ്വപ്നസഞ്ചാരിയിലെ ജയറാമിന്റെ മകൾ അനു ഇമ്മാനുവൽ വളർന്ന് ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിന്റെ ജോഡിയായി. ജയറാമിന്റെ വെറുതെയൊരു ഭാര്യയിലുണ്ടായ മകൾ നിവേദ തോമസ് റോമൻസിലെ നായികയായി. നോട്ട്ബുക്കിലൂടെ കുട്ടികളുടെ ഹരമായ കൗമാരക്കാരി വളർന്ന് എന്ന് നിന്റെ മൊയ്തീനിലെ കാഞ്ചനമാലയായി എത്തിയത് പാർവതിയാണ്. ഇനി എത്ര കുട്ടിമുഖങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വളർന്നുവരും നമ്മോടൊപ്പം. എന്നിട്ട് ആ കൊഞ്ചലും കളികളും മാറ്റി എല്ലാം തികഞ്ഞൊരു അഭിനേതാവായി, അഭിനേത്രിയായി കയ്യടി നേടും. ആ കാഴ്ചകൾക്ക് കാത്തിരുന്നുകൊണ്ട് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.